അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല സൂപ്പർ പണിയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സീകളിൻ്റെ വല മൊത്തം പന്നി കടിച്ച് പറിച്ചേക്കുവാണ്. ഞങ്ങൾ 8:30 നീണ്ടകര ഹാർബറിൽ വന്നതാണ്. ഞങ്ങൾ പന്തലൊക്കെ കെട്ടി വല വെള്ളത്തിൽ നിന്ന് ഇറക്കിയിട്ടിട്ട് എല്ലാവരും കൂടെ വല മാട്ടുവാണ്. ഒരുപാട് പൊളപ്പുണ്ടെന്ന്. പന്നി നല്ല പോലെ കയറി മേഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വലയ്ക്കകത്ത്. മൊത്തം കടിച്ച് പറിച്ച് നാശമാക്കി കളഞ്ഞു. ഇന്നെന്തായാലും തിരിച്ച് വീട്ടിലെത്തുമ്പം വൈകിട്ടൊരു 3 മണി ഉറപ്പാണ്. അത്രയ്ക്ക് പണിയുണ്ട് വലയ്ക്ക്. ഞങ്ങൾക്ക് മാത്രമല്ല, വേറെ 3-4 വള്ളക്കാർക്ക് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പുറം ഇപ്പുറമൊക്കെ കിടപ്പുണ്ട് അവർ. അവരുടെയും വലയെല്ലാം പന്നി കടിച്ച് പറിച്ച് നാശമാക്കിയേക്കുക. അപ്പോൾ കറി വെക്കാൻ നമ്മൾ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞങ്ങൾ 2-3 പേര് ഒരുമിച്ചിരുന്നതെല്ലാം നല്ലതുപോലെ വെട്ടിയെടുക്കുവാണ്. ചെറിയ മത്തിയാണ് കിട്ടിയതെന്ന്. കുറച്ച് ഉള്ളി വാട്ടിയെടുക്കാം. കുറച്ച് തക്കാളിയും പച്ചമുളകും ഇട്ട് വാട്ടാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുളിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. വടക്കം പുളിയാണേ. കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. മസാല ഐറ്റംസ് എല്ലാം ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എടുത്ത് കറക്കിയെടുക്കുക. അത് തവിയിട്ടിളക്കി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഇനി കുറച്ച് ചോറുമായിട്ട് മത്തിക്കറിയും കൂട്ടി കഴിക്കാം. വള്ളത്തിലെ ചോറ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ?